വൃക്കദാനത്തിലൂടെ ഉടലെടുത്ത ഒരു സൗഹൃദത്തിന്റെ കഥ പറയുകയാണ് കോഴിക്കോട്ടെ ആസ്റ്റർ മിംസ് മുഖാന്തരം പരിചയപ്പെട്ട 3 കുടുംബങ്ങൾ. സ്വാപ്പിലൂടെ പരസ്പരം വൃക്കദാനം ചെയ്ത് ആരംഭിച്ച സൗഹൃദം ഒരു കുടുംബം പോലെ വലുതാവുകയായിരുന്നു. 2019 കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ സ്വാപ്പ് ചികിത്സാ രീതിയിലൂടെ വൃക്കദാനം ചെയ്ത് സുഹൃത്തുക്കളായ 3 കുടുംബങ്ങളുടെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ കാണാം നമുക്ക്. വൃക്കയുടെ പ്രവർത്തനം തകരാറിലായതോടെയാണ് കണ്ണൂർ സ്വദേശി സുനിതാകുമാരി ചികിത്സ തേടി കോഴിക്കോട് ആസ്റ്റർ മിംസിൽ എത്തുന്നത്. വൃക്ക മാറ്റിവയ്ക്കൽ മാത്രമായിരുന്നു ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ഏക പോംവഴി. ഡയാലിസിസ് തുടരുന്നതിനിടയിലാണ് സ്വാപ്പിനെ കുറിച്ച് ഡോക്ടർ സജിത് നാരായണൻ അറിയിച്ചത്. തുടർന്ന് സാമ്യമുള്ള ഡോണറെ കണ്ടെത്താനായി ശ്രമം. ആശുപത്രിയിൽ തന്നെയുള്ള സമാന രോഗികളെ കണ്ടെത്തി പരിശോധനകൾ നടത്തി. അവയവമാറ്റം സാധ്യമെന്ന് ഉറപ്പിച്ചു. പിന്നീട് ശസ്ത്രക്രിയ നടത്തി. 6 വർഷത്തിനിപ്പുറം ജീവിതവും അതിലൂടെ അതിമനോഹരമായ സൗഹൃദങ്ങളും ലഭിച്ച സന്തോഷത്തിലാണ് സുനിതാകുമാരി. നമ്മൾ ആദ്യം മംഗലാപുരം ഹോസ്പിറ്റലിലാണ് പോയത്. പിന്നെ കുറേ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഇവിടെ എത്തിയത്. മിംസിലെത്തിയിട്ട് പിന്നെ ക്രോസ് മാച്ചായിരുന്നില്ല വെറുതായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനൊരു സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് തയ്യാറാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സും സ്റ്റാഫൊക്കെ നല്ലൊരു സമീപനമാണ് ഞങ്ങളോട് ഉള്ളത്. ഞങ്ങളെപ്പോഴും എല്ലാ ഫോളോ അപ്പിനും ഒന്നിച്ച് തന്നെയാണ് വരുന്നത്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞങ്ങൾ മെഡിസിൻ്റെ കാര്യമായാലും മറ്റ് എല്ലാ സുഖവിവരങ്ങളും അന്വേഷിക്കും. മറ്റ് 2 കുടുംബങ്ങളുടെയും കഥയും വ്യത്യസ്തമല്ല. 13 വർഷത്തിലധികമായി വൃക്കരോഗത്തിന്റെ അവശതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ആസ്റ്റർ മിംസിൽ എത്തിയതായിരുന്നു മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി അബൂബക്കർ. സുനിതാകുമാരിയുടെ ഭർത്താവ് അനിൽകുമാറാണ് അബൂബക്കറിന് ജീവൻ പകുത്തു നൽകിയത്. എനിക്ക് അസുഖം തുടങ്ങിയത് 2005-ലാണ്. എൻ്റെ ഇപ്പോൾ ചെയ്തത് സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പോൾ 2005 കോയമ്പത്തൂർ സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നാണ് അന്ന് ചെയ്തത്. 13 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ റിജക്റ്റായിട്ട് ഇങ്ങനെ ഈ മിംസിലേക്ക്, കോഴിക്കോട് മിംസിലേക്ക് ഞങ്ങൾ വന്നത്. ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ ആൽഫി മേഡം ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ 2 പേഷ്യൻറ്റും കൂടി ഉണ്ട്, നിങ്ങളിങ്ങനെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഒരു സ്വാപ്പായി ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടി ഒരു ജീവിതം തുടർന്നും കിട്ടും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു ദിവസം വിളിച്ചിട്ടില്ലേ പിറ്റേ ദിവസം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഞങ്ങൾ 3 കുടുംബങ്ങളും വിളിക്കും. അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ വരെ ഞങ്ങൾ സംസാരിച്ചും കൊണ്ടിരിക്കും. അബൂബക്കറിന്റെ ഭാര്യ നദീറ മറ്റൊരു കുടുംബത്തിന് വൃക്കദാനം ചെയ്തതോടെ സൗഹൃദ വലയം വലുതാകുകയായിരുന്നു. ഡോക്ടർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് ഇവരിങ്ങനെ 2 പേര് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യാം, സ്വാപ്പായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് വന്ന് കണ്ട് ഞങ്ങൾ ഡോക്ടർ മുഖേനയാണ് ഞങ്ങൾ 3 ആൾ കൂടി തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നെ അന്ന് മുതലേ ഞങ്ങൾ ഈ വളരെ നല്ലൊരു സൗഹൃദമായിട്ടാണ്, ഒരു ഫാമിലി മാതിരിയായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 3 കുടുംബമായിട്ട് ഇവിടെ വന്ന് ഞങ്ങളൊരു കുടുംബം മാതിരിയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ പോകുന്നത്. ഇവിടുത്തെ എല്ലാ ഫോളോ അപ്പ് വരെ ഞങ്ങൾ വളരെ ഒന്നായിട്ട് വന്നിട്ടാണ് പോകാറുള്ളത്. പിന്നെ ഇവരെ കൊണ്ടാണ് ഇവിടുത്തെ ആൻഫി മാഡും സാറും ഒരു അറിവോടുകൂടെ ഞങ്ങളിത് ചെയ്തല്ലേ. ഇതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. 2019 കേരളത്തിൽ ആദ്യമായാണ് സ്വാപ്പ് ചികിത്സാ രീതി കോഴിക്കോട് ആസ്റ്റർ മിംസിൽ നടത്തിയത്. 3 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഏറെ വെല്ലുവിളിയും സങ്കീർണതകളും നിറഞ്ഞതായിരുന്നെങ്കിലും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. പിന്നീട് ഇതുവരെ 100-ലധികം സ്വാപ്പ് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതായി ആസ്റ്റർ മിംസിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ സജിത് നാരായണൻ പറയുന്നു. ഒരു 30% ആൾക്കാർ ഡോണർ ഉണ്ട്. പക്ഷേ ഒന്നിക്കൽ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ക്രോസ് മാച്ചിങ് എന്ന് പറഞ്ഞ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആ ഡോണർ ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സൂട്ട് ആവാതെ വരും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഏക വഴി വേറെ ഫാമിലിയുമായിട്ട് ഇതേപോലെ ഓപ്പോസിറ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളതോ അല്ലെങ്കിൽ ഇതേപോലെ വേറെ ക്രോസ് മാച്ചിങ്ങിൽ പ്രശ്നമുള്ളതോ ഒരു ഫാമിലി ഉണ്ടാവും. അവരുമായിട്ട് കിഡ്നി അങ്ങോട്ടേക്ക് കിട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആസ്റ്റർ മിംസിലാണ്. നമ്മളത് ചെയ്തത് 2012-ലാണ്. അതിനുശേഷം നമ്മൾ പല തവണയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതിജീവനത്തോടൊപ്പം മനോഹര സൗഹൃദത്തിന്റെയും കഥ അവയവദാനത്തിലൂടെ പറയുമ്പോഴും ജീവിതശൈലിയിൽ ചിട്ടയോടൊപ്പം കൃത്യമായ വ്യായാമം, ഭക്ഷണം, കൃത്യമായ ഇടവേളകളിലെ ആരോഗ്യ പരിശോധന എന്നിവയും എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.